അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹാ أن يهودية دخلت عليها فذكرت عذاب القبر فقالت لها عاذك الله من عذاب القبر. فسألت عائشة رضي الله عنها رسول الله صلى الله عليه وسلم عن عذاب القبر فقال نعم عذاب القبر حق. قالت عائشة رضي الله عنها فما رأيت رسول الله صلى الله عليه وسلم بعد صلى صلاة إلا تعوذ من عذاب القبر. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഹദീസ് ക്ലാസ് 1. ഖബറിലെ അദാബിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉപദേശത്തിൽ മുഴുവനായിട്ടും പല നേരത്തും ഖബറിൻ്റെ അദാബിനെക്കുറിച്ചും ശേഷമുള്ള ബർസഖിയായ ലോകത്തുള്ള അവസ്ഥകളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഖബർ ശിക്ഷ എന്നുള്ളത് അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസാണ് ഞാൻ മുകളിൽ ഓതിക്കേൾപ്പിച്ചത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു യഹൂദിയായ പെണ്ണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവൾ ഖബറിൻ്റെ അദാബിനെക്കുറിച്ച് ഇങ്ങനെ പറയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ആ പെണ്ണ് പറയുന്നു, ആദക്കില്ലാഹു മിൻ അദാബിൽ ഖബർ. ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ആ യഹൂദിയായ പെണ്ണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായോട് പറഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖബറിൻ്റെ അദാബിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നഅം അദാബുൽ ഖബ്രി ഹഖ്ഖുൻ. ഖബറിൻ്റെ ശിക്ഷ അത് യാഥാർത്ഥ്യമാണ്, അത് ഉണ്ടാവുന്നതാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആദ്യ ഭവനം അത് ഖബറാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏത് സമയത്തും ഖബർ കണ്ടാൽ കരയുമായിരുന്നു. തൻ്റെ അനുയായികൾ ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾ ഖബർ കേട്ടാൽ അല്ലെങ്കിൽ ഖബർ കണ്ടാൽ കരയുന്നു, പക്ഷേ മഹ്ശറയെക്കുറിച്ച് പറയുന്നുണ്ട്, ഹിസാബിനെക്കുറിച്ച് പറയുന്നുണ്ട്, സിറാത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഖബർ കേട്ടാൽ എന്താണ് അങ്ങ് പ്രത്യേകം കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവ്വലു മനാസിൽ ആഖിറ, ആഖിറത്തിലെ ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ സ്റ്റേജും അവൻ രക്ഷപ്പെടും. ആ ഖബറിലെങ്ങാനും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എല്ലാം നഷ്ടത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്കൊക്കെ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബ് പറയുന്നു, നഅം അദാബുൽ ഖബ്രി ഹഖ്ഖുൻ. ഖബറിൻ്റെ ശിക്ഷ യാഥാർത്ഥ്യമാണ്, അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ഇതിന് ശേഷം സ്വല്ലാ സ്വലാത്തൻ ഇല്ലാ തഅവ്വദ മിൻ അദാബിൽ ഖബർ. ഏത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ശേഷം ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് നബി തങ്ങൾ കാവൽ ചോദിച്ചിട്ടല്ലാതെ ഞാൻ നബി തങ്ങളെ കണ്ടിട്ടില്ല എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിരുമാറാവട്ടെ. ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ ഉള്ളത് ഖബറാണ്, നമ്മുടെ മുമ്പിലുള്ളത് ഖബറാണ്. മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും മഹലിൽ നമുക്കുള്ള സ്പേസുണ്ട്, ഖബറിൻ്റെ ഒരു ഇടമുണ്ട്. ഓരോ ഖബറിൻ്റെ ഓരോ മണൽത്തരികളും നമ്മെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാവരെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും എല്ലാ രീതിയിലും മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.